Hello guys, welcome back to Tech Bro Reviews. ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ 65 ഇഞ്ചിന്റെ ടി വി മൊത്തത്തിൽ അടിച്ചു പോയായിരുന്നു. അപ്പോൾ അത് കമ്പനിയിലൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഏകദേശം 12,000-ഓളം രൂപ ചെലവാകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് വലിയ ചെലവൊന്നുമില്ലാതെ വളരെ ചുരുങ്ങിയ ചെലവിൽ ഇത് റിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബോർഡും റീപ്ലേസ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല, ജസ്റ്റ് പ്രോഗ്രാം മാത്രം ചെയ്തുകൊണ്ടാണ് റിപ്പയർ ചെയ്തത്. സോ നിങ്ങളുടെ സ്മാർട്ട് ടിവികളൊക്കെ ഇതുപോലെ കേടായിട്ടിരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നന്നാക്കാം എന്നുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ പറഞ്ഞു തരുന്നുണ്ട്. സോ വീഡിയോ മുഴുവൻ കണ്ടു നോക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് റാന്നി ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലാണ്. ഇത് വിനോദേട്ടൻ, ഇദ്ദേഹമാണ് നമ്മുടെ ടി വി റെഡിയാക്കി തന്നത്. ഇവർക്ക് റാന്നിയിലും എറണാകുളത്തും ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ മെയിൻ ആയിട്ട് മൊബൈലിന്റെ വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. എങ്കിൽ പോലും എല്ലാ ഇലക്ട്രോണിക് ഡിവൈസസും ഇദ്ദേഹം വർക്ക് ചെയ്യുന്നുണ്ട്. മൊബൈല്, ലാപ്ടോപ്പ്, ഹോം തിയേറ്റർ, അങ്ങനെയുള്ള CCTV അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ, ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുകയാണെങ്കിൽ ഇത് എന്റെ സ്വന്തം ടി വി തന്നെയാണ്. ഇതിന്റെ റിവ്യൂവും കാര്യങ്ങളും എല്ലാം ഞാൻ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് 1.25 വർഷമായപ്പോഴത്തേക്ക് നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പവർ ഓൺ ആകുന്ന സമയത്തേക്ക് ഓണായി വരത്തേയില്ല. അത് റിമോട്ട് യൂസ് ചെയ്താലും ശരി, ഇതിലെ പവർ ബട്ടൺ യൂസ് ചെയ്താലും ശരി, യാതൊരു കാരണവശാലും ഇത് ഓണായി വരത്തില്ല. നമ്മളുടെ ഈ MIയുടെ റിമോട്ടിൽ തന്നെ ഒരു റീബൂട്ടിങ്ങിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ സിസ്റ്റം എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓരോ റിമോട്ടിനും വ്യത്യസ്തമായിരിക്കും. നിങ്ങളുടെ ടിവിയുടെ കാര്യം യൂട്യൂബിൽ ചെക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം ഏതൊക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ ആ ഒരു മെനു വരുന്നത് എന്നുള്ളത്. സോ അങ്ങനെ ഒരു മെനു എടുത്തതിന് ശേഷം ഇത് കംപ്ലീറ്റ്ലി നമുക്ക് തന്നെ റിമോട്ട് യൂസ് ചെയ്ത് റീസെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ റീസെറ്റ് ചെയ്താലും ഒരു 4-5 തവണയൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും ഇതേ കുഴപ്പം തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. സോ അത് MIയിൽ ഞാൻ ഇൻഫോം ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അവർ നേരെ ബോർഡ് റീപ്ലേസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ശരിക്കും നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, കാരണം അത് റീബൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്ത് കൃത്യമായിട്ട് എഴുതി കാണിക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ ഇറർ എന്നുള്ള കാര്യം. സോഫ്റ്റ്വെയർ കംപ്ലൈന്റ് ആണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു. ഞാനത് MIക്ക് മെയിലും കാര്യങ്ങളും എല്ലാം അയച്ചു. പക്ഷെ അവർ എത്ര തവണ പറയുമ്പോഴും എല്ലാം ബോർഡ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറയുന്നത്. കാരണം അവർക്കൊരു റിപ്പയറിങ്ങോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റീഇൻസ്റ്റലേഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞത്. സോ വിനോദേട്ടൻ്റെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു, ഇന്നതുപോലെയാണ് കംപ്ലൈന്റ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു അത് സോഫ്റ്റ്വെയറിന്റെ കംപ്ലൈന്റ് തന്നെയാണ് എന്നുള്ളത്. അപ്പൊ എന്തായാലും കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് വിനോദേട്ടൻ്റെ അടുത്ത് തന്നെ മനസ്സിലാക്കാം എന്താണ് ഈ ടിവിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യവും എങ്ങനെയാണ് ഇത് റിപ്പയർ ചെയ്തത് എന്നുള്ള കാര്യവും. ഓക്കെ, പ്ലീസ്. ഇത് MIയുടെ 65 ഇഞ്ച് സ്മാർട്ട് TV ആണ്. ഇത് ആക്ച്വലി ഓൺ ആവുന്നുണ്ട്, ചില സമയത്ത് ഇത് ഓൺ ആവത്തില്ല. ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഓൺ ആവത്തില്ല, ബൂട്ടായി വീണ്ടും റീബൂട്ട് ചെയ്ത് വരുന്നത് കംപ്ലൈന്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് വെച്ചാൽ സിമ്പിൾ ആണ്. ഇതിന്റെ സിംഗിൾ ചിപ്പ് മദർ ബോർഡാണ് ഇതിനകത്ത് വരുന്നത്. ഇത് നമ്മൾ പുതിയ സോഫ്റ്റ്വെയർ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് സംഭവം റെഡിയായി. അങ്ങനെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ ഹാർഡ്വെയറിന്റെ കാര്യത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഹാർഡ്വെയറിന്റെ കൊണ്ടും വരാം, മേ ബി അതൊരു 1% വരത്തുള്ളൂ ഹാർഡ്വെയർ. പക്ഷെ സോഫ്റ്റ്വെയർ ആണ്. ഹാർഡ്വെയർ നോക്കുമ്പോൾ ഹാർഡ്വെയർ എല്ലാം കറക്റ്റ് ആണ്. അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം ചെയ്തു. ആദ്യം ചെയ്ത സോഫ്റ്റ്വെയർ കറക്റ്റ് ആയില്ല, രണ്ടാമത് ചെയ്ത സോഫ്റ്റ്വെയർ കറക്റ്റ് ആയി. ഓക്കെ, അപ്പൊ ടിവിയുടെ സൈസും അതിന്റെ ചിപ്പും അതൊക്കെ സപ്പോർട്ടിങ് ചിപ്പിനനുസരിച്ച് സോഫ്റ്റ്വെയർ ചില ഇതിനകത്ത് പുതിയ വേർഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിന് ഈ ചിപ്പിൽ സപ്പോർട്ട് ചെയ്യുന്ന വേർഷനാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത്. ഇതിപ്പോ എനിക്ക് വൈഫൈ കണക്ട് ചെയ്തതിന്റെ സോഫ്റ്റ്വെയർ ഇനി അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും? നോർമൽ ആയിട്ട് ശരിക്കും MIയുടെ അല്ലെങ്കിൽ റെഡ്മിയുടെ സോഫ്റ്റ്വെയർ തന്നെയാണോ ഇതിനകത്ത്? അതപ്പോ ഇനി സാധാരണ TV ഒരു യൂസ് ചെയ്യുന്നത് പോലെ തന്നെ എനിക്ക് യൂസ് ചെയ്യാം, യാതൊരു പ്രശ്നങ്ങളുമില്ല. ഓക്കെ, നമുക്കിപ്പം ബോർഡ് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ പോലും 6 മാസം മാത്രമാണ് റെഡ്മി വാറണ്ടി പറഞ്ഞത്. അതില് 12,000-ഓളം രൂപയാണ് ചെലവും വരുന്നത്. ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ബോർഡുകളും നമുക്ക് അവൈലബിൾ ആണ്. അതൊക്കെ നമുക്കൊരു 4,000 6,000 പല റേഞ്ചിൽ വരുന്നുണ്ട്. പക്ഷെ അതിന് വാറണ്ടി കാര്യങ്ങളൊന്നും ചെക്കിംഗ് വാറണ്ടി ഉള്ളു. ചെക്ക് ചെയ്ത് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യത്യാസം കംപ്ലൈന്റ് വന്നാലും ചിലപ്പോൾ മാറി കിട്ടത്തില്ല. ഓക്കെ, പിന്നെ ചിപ്പ് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആകത്തില്ല. ചിലത് നമ്മൾ രണ്ടാമത് റീബോൾ ചെയ്തിരുന്ന ഐസികളൊന്നും ചിലപ്പോൾ ഓവർ ഹീറ്റ് ആവുന്ന വീണ്ടും അത് ഇടയ്ക്ക് ഒരു എറർ കാണിക്കും. എപ്പോഴും നമ്മൾ ഫ്രഷ് ബോർഡ് തന്നെ. പക്ഷെ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന് ബോർഡിന് കംപ്ലൈന്റ് ഇല്ല, അങ്ങനെ സോഫ്റ്റ്വെയർ ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഒരു ബോർഡ് സോഫ്റ്റ്വെയർ റീപ്ലേസ് ചെയ്യുന്നതിന് മൊത്തം ചെലവ് എത്രയാണ് ശരിക്കും വരുന്നത്? ഇവരാണ് നമുക്കൊരു 2,000 റുപ്പീസ് 2,000 റേഞ്ചിലേക്ക്, ഏകദേശം 10,000-12,000 രൂപ ചെലവ് വരേണ്ട സ്ഥാനത്ത് നമുക്കൊരു 2,000 രൂപയ്ക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് 65 ഇഞ്ചിന്റെ ഒരു TV എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന്റെ സ്മാർട്ട് ടിവിയുടെ ബോർഡൊക്കെ റീപ്ലേസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം ഒന്ന് പഴയ TV ആയി വരുമ്പോഴത്തേക്ക് അതിന് നല്ലൊരു എമൗണ്ട് വീണ്ടും നമ്മൾ കൊടുത്തിട്ട് വീണ്ടും കേടായി പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പൊ അങ്ങനെയുള്ള ടിവിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കുന്നിടത്തോളം നിൽക്കാന്നുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് ചിലപ്പോൾ 2-3 വർഷം നിന്ന് നിൽക്കൂല പറയാൻ. എന്നാലും നിലവിലിപ്പം കുറച്ചു നേരം ഓണാക്കിയിട്ട് ഒരു ദിവസം ഫുൾ നമ്മൾ ഓണാക്കിയിട്ട് നോക്കിയായിരുന്നു.
കംപ്ലൈൻസ് ഒന്നും കാണിക്കുന്നില്ല. പക്കയായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്കിപ്പോ എംഐയുടെ മാത്രമല്ല സാംസങ്, സോണി, LG പോലെയുള്ള എല്ലാ ബ്രാൻഡഡ് ടിവികളിലും ഈ കാര്യങ്ങൾ ചെയ്യാം. അതായത് ബ്രാൻഡും സൈസും അനുസരിച്ച് നമുക്ക് റീപ്ലേസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ആക്കാവുന്ന ഒരു സംഭവം തന്നെയാണ് ടി വി. എല്ലാ തവണയും ബോർഡ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ എന്തായാലും വിനോദന്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിലും ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ആരുടെയെങ്കിലും സുഹൃത്തുക്കളുടെ ടിവിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ടിവിയോ ഒക്കെ ഇതുപോലെ റിപ്പയർ അവസ്ഥയിൽ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ താഴെ കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽ ഇദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ എറണാകുളത്താണെങ്കിലും റാന്നിയിലാണെങ്കിലും ടി വി കൊണ്ടുവന്ന് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് റിപ്പയർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പം സോഫ്റ്റ്വെയർ മാത്രമാണ് എന്ന് കൺഫേം ആണെങ്കിൽ വീട്ടിൽ വന്ന് ഓക്കെ. അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ ഫോണിൽ കൂടെ തന്നെ സംസാരിച്ചതിന് ശേഷം നേരിട്ടോ അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ടോ നമുക്കത് റിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ താങ്ക് യു സോ മച്ച്. അപ്പോ വീണ്ടും നമുക്ക് കാണാം. സോ നമ്മളുടെ ഈ ഒരു ടി വി ഇപ്പോ നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദിവസം കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് നോക്കാം. നമുക്ക് അതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ആർക്കെങ്കിലും ഇതുപോലെ ടി വി പ്രശ്നമായി ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ്. ഗുഡ് ബൈ.